നിങ്ങളുടെ ബിസിനസ് വളരുന്നില്ലേ? കാരണം മാർക്കറ്റിംഗ് അല്ല, നിങ്ങൾ കസ്റ്റമറിനെ പോലെ ചിന്തിക്കാത്തതാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ബ്രാൻഡാണ് എയർ ബി എൻ ബി. ലോകത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഹോസ്റ്റിംഗ് വെബ്സൈറ്റാണത്. ഒരിക്കൽ എയർ ബി എൻ ബി വലിയൊരു പ്രശ്നം നേരിട്ടു. സെയിൽസ് കണ്ടമാനം കുറയുന്നു. എന്താണ് യഥാർത്ഥ കാരണമെന്ന് ഫൗണ്ടേഴ്സിന് മനസ്സിലാകുന്നേയില്ല. അവർ ഈ പ്രോബ്ലം അവരുടെ മെൻറ്ററായ പോൾ ഗ്രഹാമുമായിട്ട് ഡിസ്കസ് ചെയ്തു. അദ്ദേഹം വളരെ സിമ്പിളായിട്ടൊരു അഡ്വൈസ് കൊടുത്തു. കസ്റ്റമറിൻ്റെ കണ്ണിലൂടെ നോക്കാൻ ആവശ്യപ്പെട്ടു. നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിൽ കയറി ഒരു സ്റ്റേ ബുക്ക് ചെയ്ത് നോക്കാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെ ഫൗണ്ടേഴ്സ് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തു. അവർ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാൻ ആരംഭിച്ചു. ഏകദേശം 45 മിനിറ്റ് കഴിഞ്ഞിട്ടും അവർക്കൊരു പ്രോപ്പർട്ടിയും ബുക്ക് ചെയ്യാൻ സാധിച്ചില്ല. കാരണങ്ങൾ ഇതൊക്കെയായിരുന്നു. അവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിൻ്റെ ഫോട്ടോസ് ഒന്നും തന്നെ പ്രൊഫഷണൽ ആയിരുന്നില്ല, പ്രോപ്പർ ലൈറ്റ് ഉണ്ടായിരുന്നില്ല, എല്ലാം തന്നെ ലോ ക്വാളിറ്റി ഇമേജസുകളായിരുന്നു. കൂടാതെ പ്രോപ്പർട്ടി കംപ്ലീറ്റ്ലി മെസ്സി ആയിരുന്നു. ബെഡ് കൃത്യമായിട്ട് ഒരുക്കിയിട്ടില്ല, ബാത്റൂം ക്ലീൻ ആയിരുന്നില്ല, ലിവിംഗ് റൂമും കിച്ചണും വൃത്തികേടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരുന്ന കസ്റ്റമർക്ക് ഒരു വെൽക്കം ഫീലിംഗ് കിട്ടില്ല. അപ്പോഴാണ് എയർ ബി എൻ ബിയുടെ ഫൗണ്ടേഴ്സിന് കുറച്ച് കാര്യങ്ങൾ റിയലൈസ് ആയത്. എല്ലാ ഐഡിയാസും ഒരുമിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. അവർ ആദ്യം ചെയ്തത് അവരുടെ സ്വന്തം ടീമിനെ കൊണ്ട് അവരുടെ പ്രോപ്പർട്ടീസിൻ്റെ പ്രൊഫഷണൽ ഫോട്ടോസ് എടുപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ആ ഫോട്ടോസ് എല്ലാം തന്നെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തു. അങ്ങനെ അവരുടെ സെയിൽസ് വർദ്ധിക്കാൻ തുടങ്ങി, റവന്യൂ ജമ്പ് ചെയ്തു. രണ്ടാമതായിട്ട് അവർ ചെയ്തത് അവരുടെ എല്ലാ പ്രോപ്പർട്ടീസിലും എയർ ബി എൻ ബിയുടെ ഒരു ക്ലീനിങ് ചെക്ക് ലിസ്റ്റ് കൊണ്ടുവന്നു. അതെല്ലാ സ്റ്റാഫും നിർബന്ധമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് അവർ ആവശ്യപ്പെട്ടു. അതിൽ ലിവിംഗ് റൂം, കിച്ചൺ, ബെഡ്റൂം, ബാത്റൂം എല്ലാം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവർ എല്ലാ സ്റ്റാഫുകൾക്കും ഒരു നിർദ്ദേശവും കൊടുത്തു. ഈ ചെക്ക് ലിസ്റ്റ് എല്ലാ റൂമിൻ്റെയും പുറത്ത് സ്റ്റിക്ക് ചെയ്യണം. അതോടുകൂടി അക്കൗണ്ടബിലിറ്റി ക്ലിയർ ആയി. മൂന്നാമതായിട്ട് അവർ ചെയ്തത് ഏറ്റവും പവർഫുൾ ആയിട്ട് റൂളായിരുന്നു. എയർ ബി എൻ ബിയിൽ ഇൻറ്റേണായി ജോയിൻ ചെയ്യുന്ന ഓരോരുത്തരും എയർ ബി എൻ ബി ഹോസ്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയിൽ മസ്റ്റായിട്ട് സ്റ്റേ ചെയ്യണം. അവിടെ താമസിച്ചുകൊണ്ട് അവരുടെ സജഷൻസ്, ഫീഡ്ബാക്ക്, അവരുടെ ഒബ്സർവേഷൻ കൃത്യമായിട്ട് കമ്പനിയുമായി പങ്കുവയ്ക്കണം. ഇതിൽ നിന്നും കിട്ടുന്ന നല്ല ഐഡിയാസ് ഉടൻ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഈ സ്റ്റോറി നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഇതൊക്കെയാണ്. കസ്റ്റമേഴ്സിൻ്റെ പെയിൻ പോയിൻ്റ് എമ്പതിയോടെ മനസ്സിലാക്കുക, സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുക, കൃത്യമായിട്ട് ഫീഡ്ബാക്ക്സ് കളക്ട് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ് ഗ്രോ ആകണമെങ്കിൽ നിങ്ങൾ കസ്റ്റമേഴ്സിനെ പോലെ ചിന്തിച്ചു തുടങ്ങണം. ഇതുപോലുള്ള ബിസിനസ് സൈക്കോളജിക്കൽ ടിപ്സിന് ജസ്റ്റ് ഫോളോ മീ. താങ്ക് യു സോ മച്ച്.